ഠാക്കൂർ കാ കുവ ഓം പ്രകാശ് വാൽമീകി എന്ന ദളിത് റൈറ്ററിൻ്റെ ഒരു ചെറിയൊരു കവിതയാണ്. ചെറിയ കവിതയാണ്, പക്ഷേ ദളിത് ജനസമൂഹത്തിൻ്റെ അവരുടെ അടിച്ചമർത്തലുകളുടെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് ഈ പോയിട്രി. ഈ സെയിം ടൈറ്റിലിൽ വാസ്തവത്തിൽ 1930s 1930കളിൽ ഹിന്ദിയിലെ കഥാസമ്രാട്ട് എന്നറിയപ്പെടുന്ന പ്രേംചന്ദ് ഒരു കഥ എഴുതിയിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. 80കളിലും എത്തിയിട്ടും ഇതേ ടൈറ്റിലുള്ള കവിത എഴുതപ്പെടണമെങ്കിൽ അത് പ്രതിഫലിക്കുന്ന എന്താണ്? നമ്മുടെ സമൂഹം അധികം ഒന്നും മാറിയിട്ടില്ല. 1930s എന്ത് ചിന്താഗതിയായിരുന്നോ നമുക്കുണ്ടായിരുന്നത് അത് തന്നെയാണ് 80കളിലും നമ്മൾ വെച്ച് പുലർത്തുന്നത്. ദളിത് സമുദായത്തിൻ്റെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും വന്നില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദളിത് റൈറ്റിങ്സ് ആക്ച്വലി 1960കളിലാണ് ഇത്രയും പ്രോമിനൻ്റായിട്ട് കണ്ടു തുടങ്ങിയത്. ദളിത് ലിറ്ററേച്ചർ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ ലിറ്ററേച്ചറല്ല, അത് ഒരു മാസ് ലിറ്ററേച്ചറായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയായി എഴുതുന്നെങ്കിലും ആ സമൂഹത്തിനെ മുഴുവനും വരച്ച് കാട്ടുന്ന ഒരു ലിറ്ററേച്ചറാണ് ദളിത് ലിറ്ററേച്ചർ. അതവർ നമ്മൾ മറ്റ് സാഹിത്യം എഴുതുന്ന പോലെ സ്വാന്ത സുഖായി സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി അല്ല കവിത എഴുതുന്നത്. അതവരുടെ അടിച്ചമർത്തലുകൾ സഹിക്കവയ്യാതെ അതിനൊരു വോയിസ് കൊടുക്കുന്നതാണ് ഈ ദളിത് ലിറ്ററേച്ചർ. അതാണ് നമ്മുടെ ലിറ്ററേച്ചറും ദളിത് ലിറ്ററേച്ചറും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ അവരാവശ്യപ്പെടുന്നത് അവർക്കൊരു ഡിഫറെൻറ്റ് ഈസ്തറ്റിക്സ് ഓഫ് ലിറ്ററേച്ചർ വേണമെന്നാണ് പറയുന്നത്. അവരുടെ ലിറ്ററേച്ചർ അളക്കാനുള്ള അളവുകോല് തന്നെ വേറെ ആയിരിക്കണമെന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ലിറ്ററേച്ചറിൽ അടിച്ചമർത്തലുകളുടെയും പിന്നെ അത് പ്രതിഫലിക്കാൻ വേണ്ടി വളരെ വാക്കുകളിലെല്ലാം വളരെ തെറി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം അവരതെല്ലാം അവരുടെ ജീവിതത്തിന് സത്യമാണ്. അപ്പം മറ്റ് ലിറ്ററേച്ചർ നമ്മൾ അളക്കുന്നത് പോലെ, മറ്റ് ലിറ്ററേച്ചറിൽ അതിൽ സൗന്ദര്യം നമ്മൾ കണ്ടെത്തുന്നത് പോലെ അല്ല ദളിത് ലിറ്ററേച്ചറിനെ നമ്മൾ കാണേണ്ടത്, വീക്ഷിക്കേണ്ടത്. വാസ്തവത്തിൽ നാം എല്ലാവരും ഒരു ദളിത് ഓട്ടോബയോഗ്രാഫി തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്. ദളിത് ഓട്ടോബയോഗ്രാഫിയിൽ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് ശരൺ കുമാർ ലിംബാലെ എന്ന ദളിത് റൈറ്ററിൻ്റെ അക്കർ മാഷി എന്ന ആത്മകഥയാണ്. ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ് എല്ലാ ലാംഗ്വേജിലും, തീർച്ചയായും നിങ്ങൾ വായിക്കുക. പിന്നെ ഈ റൈറ്ററിൻ്റെ തന്നെ ഓം പ്രകാശ് വാൽമീകിജിയുടെ ജൂഠനും വളരെ നല്ലൊരു ഓട്ടോബയോഗ്രാഫിയാണ്. അതിൻ്റെ ഹിന്ദി, മലയാളവും ഇംഗ്ലീഷും എല്ലാം ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് വായിക്കുക. ഇവരൊക്കെ ബേസിക്കലി മഹാരാഷ്ട്ര ബേസ്ഡ് റൈറ്റേഴ്സാണ്. അവിടെ നിലനിൽക്കുന്ന അൺടച്ചബിലിറ്റി നമുക്ക് വാസ്തവത്തിൽ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. കവിതയിലേക്ക് വരികയാണെങ്കിൽ കവി പൊതുസമൂഹത്തോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഈ കവിതയ്ക്കൊരു സ്റ്റോപ്പില്ല. ആക്ച്വലി ഈ കവിത അവസാനിക്കുന്നത് ഒരു ചോദ്യമാണ്. നമ്മുടെ മുമ്പിലോട്ടൊരു ചോദ്യം എറിയാണ്. ഫിർ അപ്നാ ക്യാ, ഞങ്ങൾക്ക് പിന്നെ എന്താണുള്ളത് ഇവിടെ? അതൊരു ചോദ്യമാണ്. അത് പൂരിപ്പിക്കപ്പെടാത്തൊരു ചോദ്യമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഗാവ് തരുന്നോ, അല്ലോ ഷെഹർ തരുന്നോ, അതോ ഈ രാജ്യം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതാണോ? ഞങ്ങൾക്ക് ബേസിക് നീഡ്സ്, നെസസിറ്റീസ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താണുള്ളത് എന്നൊരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കുകയാണ്. ചൂൽഹ മിട്ടി കാ, മിട്ടി താലാബ് കി, താലാബ് ഠാക്കൂർ കാ. ചൂൽഹ എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ പണ്ടത്തെ അടുപ്പ്, അത് മിട്ടി കാ ഹെ, മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ മിട്ടി എവിടെ നിന്ന് കിട്ടി? ഈ മണ്ണ് കിട്ടിയത് താലാബ്, കുളത്തിൽ നിന്നാണ് ഈ മണ്ണ് ക്ലേ എടുത്തത്. താലാബ് ഠാക്കൂർ കാ. ഠാക്കൂർ ഉയർന്ന ജാതിയിൽപ്പെട്ട, നമ്മൾ ജമീന്ദാർ എന്നൊക്കെ പറയും, വലിയ മുതലാളി, ആ ഒരു ഗ്രാമത്തിലെ വലിയ ആൾ ഠാക്കൂർ, ഹൈ ക്ലാസ് ആളാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. താലാബ് അയാളതാണ്. ചൂൽഹ മിട്ടി കാ, മിട്ടി താലാബ് കി, താലാബ് ഠാക്കൂർ കാ. ഭൂഖ് റോട്ടി കി, റോട്ടി ബാജ്രെ കി, ബാജ്ര ഖേത് കാ, ഖേത് ഠാക്കൂർ കാ. അപ്പോൾ ഭൂഖ് വിശപ്പ്, റൊട്ടി അവരുടെ സ്റ്റേപ്പിൾ ഫുഡാണ് നോർത്ത് ഇന്ത്യ. അതുകൊണ്ടാണ് റോട്ടി എന്ന് പറഞ്ഞത്. നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ അവർക്ക് റോട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്. ഭൂഖ് റോട്ടിക്ക്, റോട്ടി ബാജ്രയ്ക്ക്. ബാജ്ര ഒരു ധാന്യമാണ്, മില്ലറ്റ് എന്ന് പറയും. അതിൻ്റെ എക്സാക്റ്റ് മലയാളം എന്താണെന്നറിയില്ല എനിക്ക്. അത് ആക്ച്വലി
ഗോതമ്പ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുടെ ഒരു ഫുഡാണ് ഈ മില്ലറ്റ്, ബാജറയ്ക്ക് ഈ റൊട്ടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ തീരെ ഗതികെട്ടവരാണ് ബാജറ കൊണ്ട് റൊട്ടി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവർ ഗോതമ്പ് കൊണ്ട് ആട്ട കൊണ്ടുണ്ടാക്കും. അപ്പോൾ ഭൂഖ് റോട്ടിക്ക്, റോട്ടി ബാജറയ്ക്ക്, ബാജറ ഖേത് കാ, और खेत किसका है? ठाकुर का. സോ ഫൈനലി എല്ലാ സമ്പത്തും, അത് കുളമായാലും ശരി, അത് ഖേത്തായാലും ശരി, കൃഷിസ്ഥലമായാലും ശരി, എല്ലാം ഠാക്കൂറിൻ്റെയാണ്. बैल ठाकुर का, हल ठाकुर का, हल की मूठ पर हथेली किसकी है? हथेली अपनी. ഈ കാളകൾ, കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന കർഷകന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കാള. കൃഷി ചെയ്യുമ്പം അതെല്ലാം കിളച്ച് മറിക്കാൻ വേണ്ടി, കൃഷിസ്ഥലമെല്ലാം കിളയ്ക്കാൻ വേണ്ടി കാളയാണ് യൂസ് ചെയ്യുന്നത്. ഈ കാള ഠാക്കൂറിൻ്റെയാണ്. ഹൽ, അതിൻ്റെ ആ പ്ലൗ, ആ എന്താ കൽപ്പ, മലയാളത്തിൽ എന്താ പറയുക, ഹലിനെ കലപ്പ എന്നാണ് തോന്നുന്നു പറയാം, അതെല്ലാം ഇത് ഠാക്കൂറിൻ്റെയാണ്. പക്ഷേ ഹൽക്കി മൂട്ട് പർ ഹത്തേലി, ആ കലപ്പ പിടിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ വേണമല്ലോ. അതിലാരുടെ ഹത്തേലിയാണ്? ഹത്തേലി എന്ന് വെച്ചാൽ ആരുടെ കരങ്ങളാണ്, ആരുടെ കൈയാണ്? അപ്പിനി, അതിന് നമ്മളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. ഫസൽ ഠാക്കൂർ കി, നമ്മൾ കഷ്ടപ്പെട്ട് വളരെ വെയിലും മഴയും എല്ലാം സഹിച്ച് ഈ കൃഷി ചെയ്തിട്ട് അവസാനം ആ ഫസൽ, ആ വിളവെടുപ്പ് സമയത്ത് അതെല്ലാം എവിടെ പോകും? ഠാക്കൂറിൻ്റെ വീട്ടിൽ പോവും, ഠാക്കൂറിൻ്റെ ഗ്രേനറിയിൽ പോവും, അവിടെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോവും. കാരണം എന്താണ്? താലാബ് ഠാക്കൂർ കാ ഹേ, ഖേത് ഠാക്കൂർ കാ ഹേ, ഹൽ ഠാക്കൂർ കാ ഹേ, ഫസൽ ബി ഠാക്കൂർ की. കുआं ഠാക്കൂർ കാ, പാനി ഠാക്കൂർ കാ, ഖേത് ഖലിഹാൻ ഠാക്കൂർ के. പിന്നീട് ഇങ്ങനത്തെ എല്ലാം ബേസിക് നെസസിറ്റീസ് എല്ലാം ഠാക്കൂറിൻ്റെയാണ്. കുआं, കിണർ ഠാക്കൂറിൻ്റെ, പാനി ഠാക്കൂറിൻ്റെ, ഖേത് ഖലിഹാൻ ഠാക്കൂർ के, കൃഷിസ്ഥലങ്ങളെല്ലാം ഠാക്കൂറിൻ്റെ. ഗലി മുഹല്ലെ ഠാക്കൂർ के, തെരുവുകൾ, ഞങ്ങൾ ജീവിക്കുന്ന തെരുവുകൾ, സ്ട്രീറ്റുകൾ എല്ലാം ഠാക്കൂറിൻ്റെ. ഫിർ അപ്നാ ക്യാ, ഫിർ അപ്നാ ക്യാ, പിന്നെ ഞങ്ങൾക്ക് എന്താണുള്ളത്? ഗാവ്, ഷെഹർ, ദേശ്, ഈ ഗ്രാമമാണോ ഇനി ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അതോ ഈ ടൗൺ തന്നെ ഞങ്ങൾക്ക് ഇങ്ങ് തരുവാണോ? അതോ ഈ രാജ്യം തന്നെ ഞങ്ങളുടേതാണോ? ആക്ച്വലി ദളിത്തുകളുടെ മസീഹ എന്നറിയപ്പെടുന്ന ബാബാ സാഹബ് അംബേദ്കർ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ബാബാ സാഹബ് അംബേദ്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യ ആക്ച്വലി രണ്ട് ഇന്ത്യയാണ്. ഒന്ന് നമ്മുടെ ഭാരത്, നമ്മൾ വിളിക്കുന്ന ഭാരത്, ഒന്ന് ബഹിഷ്കൃത് ഭാരത്, അതിൽ ഈ അൺടച്ചബിൾസ് ഉള്ളതാണ്. അപ്പോൾ ബാബാ സാഹബ് അംബേദ്കർ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ്, ഇന്ത്യ ആക്ച്വലി ഒന്നല്ല, ഈ ഒരു ഡിവിഷൻ, ബഹിഷ്കൃത് ഭാരത് എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിലുണ്ട്, അത് മാറ്റണം എന്ന് വളരെയധികം ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു അംബേദ്കർ. അപ്പോൾ ഈ ഒരു കവിത ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തീരുകയാണ്. फिर अपना क्या, हमारा क्या है? हमारे पास तालाब नहीं है, हमारे खेत नहीं है, हमारे बैल नहीं है, हल नहीं है, कुआं नहीं है, पानी नहीं है, गली मोहल्ले हमारे नहीं है, बस काम करने के लिए हमारी हथेली है, बाकी सब ठाकुर के, फसल भी ठाकुर के, पानी भी ठाकुर का, कुआं भी ठाकुर का. फिर अपना क्या है भाई? ആരെങ്കിലും ഒന്ന് പറയുമോ, ഞങ്ങൾക്ക് പിന്നെ ഈ ലോകത്ത് എന്താണുള്ളത്, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടേതെന്ന് പറയാനുള്ളത്? ഒന്നും തന്നെ ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യത്തോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. ആക്ച്വലി ഓം പ്രകാശ് വാൽമീകി പോയറ്റ് തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഈ കവിത ഒരു ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ചൊല്ലിയിട്ടുണ്ട്. അതിന് നമുക്ക് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ആക്ടർ എന്നറിയപ്പെടുന്ന ഇർഫാൻ ഖാനും ഈ സെയിം കവിത ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാധ്യമത്തിൽ പഠിക്കുമ്പം നമ്മളിതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ ഓൺലൈൻ മീഡിയം. അതുകൊണ്ട് നമുക്കത് രണ്ടും ആസ്വദിക്കാം. शीर्षक है ठाकुर का कुआं. चूल्हा मिट्टी का, मिट्टी तालाब की, तालाब ठाकुर का. चूल्हा मिट्टी का, मिट्टी तालाब की, तालाब ठाकुर का. भूख रोटी की, रोटी बाजरे की, बाजरा खेत का, खेत ठाकुर का.
भूख रोटी की, रोटी बाजरे की, बाजरा खेत का, खेत ठाकुर का, बैल ठाकुर का, हल ठाकुर का, हल की मूठ पर हथेली अपनी, फसल ठाकुर की। हल की मूठ पर हथेली अपनी, फसल ठाकुर की, कुआं ठाकुर का, पानी ठाकुर का, खेत खलिहान ठाकुर के, गली मोहल्ले ठाकुर के, फिर अपना क्या, गांव, शहर, देश, फिर अपना क्या, गांव, शहर, देश। कुआं ठाकुर का, पानी ठाकुर का, खेत खलिहान ठाकुर का, गली मोहल्ले ठाकुर के, फिर अपना क्या। ठाकुर का कुआं, चूल्हा मिट्टी का, मिट्टी तालाब की, तालाब ठाकुर का। भूख रोटी की, रोटी बाजरे की, बाजरा खेत का, खेत ठाकुर का। वाह। बैल ठाकुर का, हल ठाकुर का, हल की मूठ पर हथेली अपनी, फसल ठाकुर की। कुआं ठाकुर का, पानी ठाकुर का, खेत खलिहान ठाकुर का, गली मोहल्ले ठाकुर के, फिर अपना क्या, गांव, शहर, देश। बहुत बढ़िया।